ഹലോ ഫ്രണ്ട്സ്, കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതി വന്ന് തടയാണ് കേട്ടോ. നീ അങ്ങനെ ഇപ്പോൾ ജോലിക്കൊന്നും പോകണ്ട, നീ ജോലിക്ക് പോയിട്ട് കൊണ്ടുവന്നിട്ട് വേണ്ട ഇവിടെ കഴിക്കാൻ എന്നിങ്ങനെ പറയുകയാണ്. ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം മഹേന്ദ്രൻ പറയാണ്, അവൾ ജോലിക്ക് പോയി കൊണ്ടുവന്ന് നിനക്ക് കഴിക്കാമെങ്കിൽ അവൾ കഴിച്ചോട്ടെ. ആദ്യം നീയും നിൻ്റെ മോളും കൂടെ കുശുമ്പവും അസൂയയും ഒക്കെ മാറ്റി വെച്ചിട്ട് അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്. പിന്നെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്താ ഇതിൻ്റെയൊക്കെ കാരണങ്ങളെന്ന്, ഇനി എന്നെ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കരുത് എന്നിങ്ങനെ പ്രഭ പറയാം കേട്ടോ. ഉടനെ അവളുടെ അടിമപ്പണി ചെയ്യാനൊന്നും എനിക്ക് വയ്യ, രാവിലെ മുതൽ വീട്ടു ജോലിയും ചെയ്ത് എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല എന്നിങ്ങനെ പ്രഭാവതി പറയാം കേട്ടോ. പെട്ടെന്ന് അഖില പറയുന്നുണ്ട്, വീട്ടു ജോലിയാണോ പ്രശ്നം, വീട്ടു ജോലികളെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറയണം. അപ്പോൾ കാഞ്ചനയും പറയുന്നുണ്ട്, എനിക്കും വയ്യ ഇവിടെ കിടന്നുകൊണ്ട് വീട്ടു ജോലിയും ഒന്നും ചെയ്യാനായിട്ട്, ഞാനും പോവും ജോലിക്ക്. നീ എന്ത് ജോലിക്ക് പോകാനാ, ഞാനും പോവും, എനിക്കെന്താ പൊക്കൂടെ ജോലിക്ക് എന്ന് പറയുമ്പോൾ അച്ഛൻ പറയാൻ കേട്ടോ, മഹേന്ദ്രൻ പൊക്കോ, നീയും ജോലിക്ക് പോക്കോ, മീനും പൊക്കോ, എല്ലാവരും രാവിലെ എണീറ്റ് ജോലിക്കൊക്കെ പോക്കോ, നല്ല കാര്യം തന്നെയാണ്, അങ്ങനെയെങ്കിലും വീട്ടിൽ ഇത്തിരി മനസ്സമാധാനം കിട്ടുമല്ലോ എന്നിങ്ങനെ പറയട്ടോ. അവസാനം ദേഷ്യം വന്നിട്ട് പ്രഭാവതിയും കാഞ്ചനയും കൂടെ അകത്ത് കയറി പോവാണ്. അങ്ങനെ അച്ഛൻ പറയണേ, നിങ്ങളകത്ത് കയറി പൊക്കോ, അവരങ്ങനെ പലതും പറയും, നിങ്ങൾ പോകാനുള്ള പണികളൊക്കെ നോക്കുമെന്ന് പറയണം. അകത്ത് ചെന്നിട്ട് പ്രഭാവതിയോട് അടുത്ത് നിന്നിട്ട്, എനിക്കും എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് പോകണോ അമ്മേ, ഞാനൊരു പരിചയമുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു വക്കീല, ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ ജോലിക്ക് വേണ്ടിയിട്ട്. അവസാനം ദേഷ്യം വന്നിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കാഞ്ചന. പ്രഭ ചോദിക്കുന്നുണ്ട്, എന്താടി കാര്യം, ഒരു ഫ്രണ്ടല്ലേ എന്ന് വിളിച്ചിട്ടാണ് ഞാൻ വിളിച്ച് ചോദിച്ചത്. ഉടനെ തിരിച്ചുള്ള മറുപടി എന്താണെന്നറിയോ, വിദ്യാഭ്യാസം ഇല്ലാതെ നിനക്ക് എന്ത് ജോലി തരാനാന്ന്, പിന്നല്ലാണ്ട് അവൻ ചോദിച്ചത് ശരിയല്ലേ എന്നിങ്ങനെ പ്രഭ ചോദിക്കുക കേട്ടോ. അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് പോകണം ജോലിക്കും. ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ പരിചയത്തിൽ ഒരു കടയുണ്ട്, മീൻ കടയാണ്, നിനക്ക് അവിടെ പോവാം. മീൻ കടയോ, എനിക്കങ്ങ് വയ്യ, ഞാൻ ചന്തയിൽ മീൻ കടയിലൊന്നും പോകത്തില്ല, കമ്പനിയിൽ പോകണം എനിക്ക്, സൂപ്പർവൈസറായിട്ടോ കറങ്ങുന്ന കസേരയിലോട്ടോ സ്വിച്ച് ഇട്ടാലുടനെ പ്രവർത്തിക്കുന്ന യന്ത്രമുള്ള സ്ഥാപനങ്ങളിലോ ഒക്കെ വേണം എനിക്ക് പോകാനായിട്ട്. അങ്ങനെയുള്ളിടത്തൊക്കെ നിനക്ക് ജോലി കിട്ടുമോടി? കിട്ടാതെ പിന്നെ എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടമ്മേ, പാർട്ടിയിലും ചില ആൾക്കാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഞാൻ പരിചയമുള്ളവരുണ്ട്, ഞാനൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. പക്ഷേ മീന് പോകുന്ന അന്നത്തെ ദിവസം തന്നെ എനിക്കും ജോലിക്ക് പോകണം. അത് നടക്കുമല്ലോ അല്ലേ, പിന്നെ നമുക്ക് ഒന്ന് കാണാം. അങ്ങനെ എന്ത് ചെയ്യുന്നറിയാവോ, എല്ലാവരും കൂടെ അങ്ങനെ ജോലിക്ക് പോകാനായിട്ട് പോവുക കേട്ടോ. ആ സമയത്ത് മീനുവാണെങ്കിൽ റൂമിൽ കയറി വരുമ്പോൾ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലെറ്റർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു കത്ത് നോക്കുമ്പോൾ അതിൽ ആശംസകൾ പറയണം, നാളെ ജോലിക്ക് പോകുന്ന മീനുവിന് എൻ്റെ വക ആശംസകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് നല്ലൊരു സമ്മാനം വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ എഴുതി ഒട്ടിച്ചിരിക്കണം അർജുൻ. ആ പേപ്പർ വലിച്ചു കയറി ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവിടെ അതാ ഇരിക്കുന്ന ഒരു സമ്മാനം. ആ സമ്മാനപ്പൊതി തുറന്ന് നോക്കാം കേട്ടോ. തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് കൂളിംഗ് ഗ്ലാസ് ആണ്. ഭയങ്കരമായിട്ട് സന്തോഷമാവണം കേട്ടോ. ആ കൂളിംഗ് ഗ്ലാസ്സിന് അതിനകത്ത് വേറൊരു ലെറ്റർ ഉണ്ട്. അത് വായിച്ച് നോക്കുമ്പോൾ അടഞ്ഞു കിടക്കുന്ന അലമാരയ്ക്കകത്ത് വേറൊരു സമ്മാനം ഉണ്ടെന്ന് പറയാം കേട്ടോ. ഓടിപ്പോയി അലമാര തുറന്ന് നോക്കുമ്പോൾ ഒരു സമ്മാനം കിട്ടുന്നുണ്ട് കേട്ടോ. അത് എടുത്ത് നോക്കുമ്പോൾ നല്ല ഫ്ലവറൊക്കെ ആയിട്ട് അതിനകത്ത് വേറെ ഒരു കത്തുണ്ടായിരുന്നു. അത് വായിച്ചിട്ട് അതിലെഴുതിയിരിക്കുകയാണ്, തലങ്ങണിക്കടയിൽ ഇനിയും ഉണ്ട് ഒരു സമ്മാനമെന്ന്. അങ്ങനെ ഓടിപ്പോയി തലങ്ങണി എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഇടയിലും ഉണ്ട് ഒരു സമ്മാനം. ആ സമ്മാനപ്പൊതിയും തുറന്നിട്ട് അതിനകത്തിരുന്ന ലെറ്റർ വായിക്കുമ്പോൾ കട്ടിലിനിടയിൽ ഇനിയും ഉണ്ട് ഒരു സമ്മാനം എന്ന് പറയും. കുഞ്ഞിന് നോക്കുമ്പോൾ കട്ടിലിൻ്റെ ഇടയിൽ ഒരു സമ്മാനം കേട്ടോ. അതും തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു സാരിയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ മീനുവിനും. അങ്ങനെ ആ സമയത്ത് അർജുൻ അങ്ങോട്ട് കയറി വരികയാണ്. അങ്ങനെ അർജുനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇത്രയും സമ്മാനമൊക്കെ വാങ്ങിച്ചു, ഒരെണ്ണം വേണമെന്നും പറഞ്ഞിട്ട് ഞാൻ കയറിയതാണ്, പക്ഷേ കണ്ടൊന്നിപ്പോൾ എല്ലാം വാങ്ങിച്ചു. ഈ കൂളിംഗ് ഗ്ലാസ്സൊക്കെ എന്തിനാ വെച്ച്, നീ വെക്കും നന്നായിരിക്കും എന്ന് പറയാൻ കേട്ടോ. ഇതൊക്കെ ആരെങ്കിലും വെക്കും, പിന്നെ വെക്കാതെ നീ വെച്ച് നോക്ക് എന്നും പറഞ്ഞിട്ട് മീനുവിനെ കൊണ്ട് ആ കൂളിംഗ് ഗ്ലാസ് വെപ്പിക്കുക കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ആണോ, പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഒരു സെൽഫി എടുത്ത് നിൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടെ അയച്ചു കൊടുക്കുക, അവരൊന്ന് കാണട്ടെ എന്ന് പറയാം കേട്ടോ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ ഇന്നില്ലേ, നിനക്കില്ലേ കൂളിംഗ് ഗ്ലാസ്? പിന്നെ അലമാര തുറന്ന് ഓടിപ്പോയി അർജുൻ്റെ കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് വരാം കേട്ടോ. രണ്ടുപേരും കൂടെ വെച്ചിട്ടൊരു സെൽഫിയൊക്കെ എടുത്ത് നല്ല സൂപ്പറായിട്ട് സന്തോഷമായിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കാഞ്ചന വരുന്നുണ്ട്. കാഞ്ചന ഓടി വന്ന് പറഞ്ഞു, അമ്മേ എനിക്ക് ജോലി കിട്ടി അമ്മേ, ഇതേ ലഡ്ഡു എന്നൊക്കെ പറഞ്ഞില്ല, ഇത്ര പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടിയോ? പിന്നെ എല്ലാം നല്ല ജോലിയാണ്, ഒരു കമ്പനിയിലാണ്, AC റൂമാണ്, കറങ്ങുന്ന കസേരയിലൊക്കെ ഇരിക്കാൻ നല്ല ജോലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അമ്മ ഇതാദ്യം കഴിക്കും, ഞാനൊരു ഉമ്മ തരട്ടെ. എന്നിട്ട് ഉടനെ കാഞ്ചന, പ്രൊഫസർ ഇല്ലേ, അനിയനില്ലേ അവിടെ, മറ്റുള്ളവരില്ലേ, UP സ്കൂൾ ടീച്ചറില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി വിളിക്കട്ടെ, എല്ലാവരും ഒന്നിങ്ങി വന്നേ. അങ്ങനെ എല്ലാവരും വരിക കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ
മീനു അർജുൻ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ അവളെ പ്രൊഫസർ എന്നൊന്നും വിളിക്കണ്ട, മീനു പ്രൊഫസർ അല്ല, UP സ്കൂൾ സാധാരണ ടീച്ചറാന്ന് പറയും. പിന്നെ ഗമ കണ്ട തോന്നും പ്രൊഫസറാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത് എന്ന് പറയട്ടോ. ഒരു സന്തോഷ വാർത്തയുണ്ട്, കാഞ്ചനയ്ക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? ജോലിയല്ല, എന്താ കുഴപ്പം? ദേ നിങ്ങൾ ഈ ലഡ്ഡു ഒക്കെ എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞ് കൊടുക്കട്ടോ. അപ്പം മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത നിനക്ക് എവിടുന്നാടി ജോലി? ആര് തരാനാ ജോലി? എന്താ ജോലി? എനിക്കെന്താ വിദ്യാഭ്യാസം ഇല്ലേ? എനിക്കെന്താ ജോലി കിട്ടത്തില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്ന് കാഞ്ചന എല്ലാവർക്കും ലഡ്ഡു കൊടുക്കുക കേട്ടോ. എല്ലാവരും ഓരോ ലഡ്ഡു എടുക്കുന്നുണ്ട്. അഖിലയും മീനും ഒക്കെ വല്ലാതെ മടിച്ച് അത് എടുക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഉടനെ കാഞ്ചന കണ്ടോ എല്ലാവരും മുഖത്ത് എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അസൂയയും കുശുമ്പം വന്നാണ്ടോ, ഒരു കൺഗ്രാജുലേഷൻസ്, ഒരു ആശംസകളോ ഓൾ ദ ബെസ്റ്റ് പോലും പറഞ്ഞിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ പറയട്ടെ, മോള് അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നിങ്ങനെ പറയട്ടോ. അങ്ങനെ പെട്ടെന്ന് കാഞ്ചന ജോലിക്ക് പോകണം എന്നുള്ള തീരുമാനത്തിലിരിക്കുകയാണ്. ഉടനെ തന്നെ മീനുവിൻ ചോദിക്കുന്നുണ്ട്, മീനുവിനോട് അഖില ചോദിക്കുന്നത് ശരിക്കും സത്യമാണോ? ജോലി കിട്ടി കാണുമോ? എന്ത് പാടാ എന്നിങ്ങനെ പറയണം. അപ്പം മഹേന്ദ്രൻ പറയണം, കള്ളമൊന്നും ആയിരിക്കത്തില്ല, കിട്ടിക്കാണും. അപ്പോൾ എന്താ ജോലിയും ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നില്ല കേട്ടോ, സർപ്രൈസ് ആണെന്നാണ് കാഞ്ചന പറയുന്നത്. അപ്പോൾ എന്തായാലും അഖില പറയുന്നുണ്ട്, എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല അച്ഛാ, പകൽ എന്തായാലും വീട്ടിൽ കാണില്ലല്ലോ, മനസ്സമാധാനമായി എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും കൂടെ അങ്ങ് ചിരി വരിക കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്ന അഖിലയാണ്. അഖില റൂമിലേക്ക് ചെന്നിട്ട് അലമാര തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരു കുപ്പി ബ്രാൻഡി ഇരിക്കുന്നുണ്ട്. വന്ന് ഇവനിപ്പോൾ ഇതിനകത്തും കൊണ്ടുവച്ച് തുടങ്ങിയോ ഈശ്വരാ, ഞാൻ കാണിച്ചു കൊടുക്കുക എന്നും പറഞ്ഞിട്ട് ഇതിനെ എടുത്ത് നേരെ വാഷ് ബേസിനിലേക്ക് ഒഴിക്കുക കേട്ടോ. കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ ഗൗതം വരുന്നുണ്ട്. വന്നിട്ട് നോക്കുമ്പോൾ അഖില ഉറങ്ങിക്കിടക്കുക. ഭാഗ്യം, സമാധാനമായിട്ട് എനിക്കിന്ന് മദ്യപിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഓടിപ്പോയി കുപ്പി തപ്പുകയാണ്. അപ്പോൾ കുപ്പി കാണുന്നില്ല. ദൈവമേ, ഇവിടെ ഇരുന്നത് എന്ത് ചെയ്തു ഈശ്വര, എല്ലാവരും അഖിലേറ് കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേനാണ് നമ്മുടെ ഗൗതം, ഇവളെങ്ങാനും എടുത്ത് കളഞ്ഞതായിരിക്കും, എണീക്കടി എൻ്റെ ഇവിടെ ഇരുന്ന കുപ്പി എന്തിയടിയെന്നും പറഞ്ഞുകൊണ്ട് അവസാനം കള്ള് കുടിച്ച് മയങ്ങി കിടക്കും പോലെയാണ് അഖില കിടക്കുന്നുണ്ട്. അഖിലെ വലിച്ച് കഴിച്ച് ചോദിക്കുന്നു, ആരാ, എന്താ, കുപ്പിയോ? ഏത് കുപ്പി? എടി നീ കള്ള് കുടിച്ചോ? ഞാൻ കുപ്പിയെ കൊണ്ട് കളഞ്ഞില്ല, ഞാൻ കഴിച്ചു എടി. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പിടി വലിയൊക്കെ ആയിട്ടോ. നീ ആരാ? നിന്നെ എനിക്കിപ്പോൾ ഡബിളായിട്ടാണല്ലോ കാണുന്നത്, നീ ഒറിജിനൽ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടെ ഗൗതമിനോട്. എന്നിട്ടും ഗൗതമിൻ്റെ കയ്യെ പിടിച്ച് വെച്ച് കടിക്കുകയാണ്, വലിച്ച് കടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം അയ്യോ നടന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ നല്ല രസമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് അർജുൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ സൗണ്ട് എന്ന്? അതൊരു പട്ടി കടിച്ചതാന്ന് പറയണം. പട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അഖിലേക്ക് സങ്കടമാവണം. അഖില പെട്ടെന്ന് കരഞ്ഞ് കാണിക്കുക കുട്ടികളെ പോലെ കേട്ടോ. ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയ എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.